നിങ്ങൾക്ക് അറിയണ്ടാവും ഫോൺ വാച്ച് ചെയ്യുന്നത് തെറ്റാണ്, ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയിം, ഗിൽറ്റ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല, കുറേ കാലമായിട്ട് നമ്മളിത് സ്ട്രഗിൾ ചെയ്യാനാണ്, ഇതൊക്കെ മനസ്സിലുണ്ടാവും. ബട്ട് സ്റ്റിൽ യു വാച്ച് പോൺ, റൈറ്റ്? സെൻസിറ്റൈസേഷൻ നമ്മളെ കൊണ്ട് എന്തൊരു ട്രിഗർ നമ്മളെ ചുറ്റും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഫോൺ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. എന്ത് ചെറിയ സംഭവങ്ങൾ ഉണ്ടായാലും മതി, അത് പിന്നീട് ഫോണിലേക്ക് നയിക്കുന്നു, വാച്ച് ചെയ്യണതിലേക്ക്. രണ്ടാമത് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ലൈഫിൽ നടക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളെയും എന്താക്കി തരുന്നു, ഒരു ഡ്രൈ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി തരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും എൻജോയബിൾ അല്ല, ഇതൊന്നും ഒരു പ്ലഷർ കിട്ടുന്നില്ല. ആകെ ഫോൺ കണ്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുള്ളൂ. കാരണം അത്രയും ബ്രെയിൻ്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞു, അത്രയും ഹൈ എമൗണ്ട് ഓഫ് സ്പൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൂന്നാമത്താണ് ഹൈപ്പോ ഫ്രണ്ടാലിറ്റി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് അമർത്താനുള്ള അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം അതിൻ്റെ കോൺസിക്വൻസസ് കണ്ടാണ് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. നാലാമത് ഡെൽറ്റ ഫോഴ്സ് ബി. ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഹൈവേ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് ആൾക്കാരുടെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ചീത്ത ആൾക്കാരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോറൽ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടാവുക, നമ്മളൊരു തെറ്റായ മനുഷ്യനാണോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. അതൊന്നും നല്ല സംഭവം. എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവായിരിക്കാം, വളരെ ചെറിയ പെർസെൻറ്റേജ്. പക്ഷേ ഇതിൽ അധികം ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 4 സംഭവം നമ്മളെ ഉള്ളിൽ തന്നെയുള്ള നമ്മളെ ബയോളജി മെക്കാനിസമാണ്. അപ്പോൾ നമ്മളൊരു കോൺഷ്യസ് തോട്ട്, ഇത് നിർത്തണം അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഒറ്റ കോൺഷ്യസ് തോട്ടിന് എതിരായിട്ട് ഇങ്ങോട്ട് കടലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴുക്കിനെതിരെ നീന്തണ പോലെ തന്നെ 4 ബയോളജിക്കൽ ഫോഴ്സ് നമുക്ക് എതിരായിട്ട് ഇങ്ങോട്ട് വർക്ക് ചെയ്യണം.